ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സദ്യയിലേക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഐറ്റമായ ഇഞ്ചിക്കറിയാണ്. സാധാരണ രണ്ട് തരത്തിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കാറുണ്ട്. വറുത്തരച്ചും അതുപോലെ തന്നെ ശർക്കരയൊക്കെ ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ ഇന്ന് ശർക്കരയൊക്കെ ചേർത്ത് ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനെ ചെറിയടങ്ങളിൽ പുളിയിഞ്ചി എന്നും ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയാറുണ്ട്. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു 200 ഗ്രാം ഇഞ്ചി എടുത്ത് നന്നായിട്ട് ചിരണ്ടിയിട്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പോളം ഇഞ്ചിയുണ്ട്. ഈ ഇഞ്ചി ഞാനിനി കുറച്ച് ഉപ്പ് ചേർത്ത വെള്ളത്തിൽ ഒരു അരമണിക്കൂർ നേരം ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഈ ഇഞ്ചി വറുത്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാറുണ്ട്. ഇഞ്ചിക്ക് ചെറിയ പശയൊക്കെ ഉണ്ടെന്ന് പറയും. അന്നേരമാണ് ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൂടാതെ കുറച്ച് കുത്തലൊക്കെ ഉള്ളൊരു ഇഞ്ചിയാണെങ്കിൽ അതിൻ്റെ ആ കുത്തലൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴൊന്ന് മാറിക്കിട്ടും. ഇനി നമുക്ക് ഈ കറിയിൽ ചേർക്കാനുള്ള വാളംപുളി ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഏകദേശം 1 കപ്പോളം വെള്ളത്തിലാണ് കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കുതിർന്നതിന് ശേഷം അത് നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് എടുക്കണം. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞ് കഴുകി വാരി വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഒട്ടും കരിഞ്ഞു പോകാതെ നല്ലൊരു ഗോൾഡൻ കളറിൽ വേണം ഇത് വറുത്ത് കോരിയെടുക്കാൻ. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് ആയി വരുന്നുണ്ട്. ഇഞ്ചിയൊക്കെ ഇപ്പോൾ ഒരു നല്ല ഗോൾഡൻ കളറിലായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഇപ്പം എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. ഇതിൽ കുറച്ച് കൂടുതൽ എണ്ണ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിൽ നിന്ന് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോഴത്തേക്കും അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാനൊരു 3-4 പച്ചമുളക് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വറ്റൽമുളക് ഒന്ന് 3ആയിട്ട് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് വഴന്ന് വരട്ടെ. അതിനുശേഷം ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടികൾ ചേർക്കാൻ നേരം ഞാൻ ഗ്യാസ് ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. ഇത് കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നേരത്തെ നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഇഞ്ചിക്കറിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇനി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് അരയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇഞ്ചി ഇപ്പോൾ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ പുളിവെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ പുളിവെള്ളത്തിൽ കിടന്ന ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. ഇതിൻ്റെ പാകമെന്ന് പറയുന്നത് ഇതിൽ ചേർത്തിരിക്കുന്ന ഉലുവ ഒക്കെ ഒന്ന് വെന്ത് വരേണ്ട ആ പരുവമാണ്. ഉലുവ അല്ലെങ്കിൽ കടിക്കും. ആ ഉലുവ ഒക്കെ വെന്ത് വരുന്ന ആ പരുവത്തിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കണം. പിന്നെ ഈ കറിയിൽ ചേർക്കാനുള്ള ശർക്കര ഞാനിവിടെ ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഉണ്ട ശർക്കരയല്ല, അല്ലാത്ത ശർക്കരയില്ല. അത് ഒരു അച്ച് ഒരു 1/4 കപ്പ് വെള്ളത്തിലാണ് ഇവിടെ ഉരുക്കിയെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിന് ഈ കറി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഉരുക്കിയതിന് ശേഷം അത് നന്നായിട്ട് അരിച്ചതിന് ശേഷമേ ഉള്ളൂ ഇതിൽ ചേർക്കാവുള്ളൂ. അതിലെന്തെങ്കിലും കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ഈ കറി നന്നായിട്ട് വറ്റി വരണം. ഈ കറി ഇപ്പോൾ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചും കൂടി ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു പരുവായിട്ടുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കുവാണ്. ഇതിനി ഇരിക്കുമ്പോൾ ഒന്നും കൂടെ കുറുകും. അതുകൊണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഞാൻ ഓഫാക്കുവാണ്.
കുറച്ചും കൂടെ നല്ല കട്ടിക്ക് ഇഞ്ചിക്കറി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ഒന്ന് വറ്റിക്കാവുന്നതാണ്. ഞാനേതായാലും ഈ പരുവത്തിൽ ഗ്യാസ് ഓഫാക്കി. ഈ കറി ഇരിക്കും തോറും ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. പിന്നെ നമ്മളിത് വറ്റിച്ചെടുക്കുമ്പോൾ അടിക്ക് പിടിക്കാത്ത നോൺ സ്റ്റിക്ക് പോലെയൊക്കെയുള്ള പാത്രമാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. എരിവും പുളിയും മധുരമൊക്കെയുള്ള ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാൻ. അതുപോലെ ഇഞ്ചിക്കറി ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഹന്നാസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.